പല മന്ത്രിമാരും പല സന്ദർഭത്തിലായി പ്രഖ്യാപിച്ച സൗജന്യം മുഴുവൻ കിടക്കുക ഈ ബസിന്റെ മേലെ. ഓരോ മന്ത്രിക്കും ഓരോ സൗജന്യം പ്രഖ്യാപിക്കണം. ഒരുത്തൻ കണ്ണുപൊട്ടന്, അപ്പൊ മറ്റവൻ ചെവി കേൾക്കാത്തവന്, അടുത്ത മന്ത്രി കാലും ഉണന്തന്, മൂന്നാമത്തെ മന്ത്രി LKG വിദ്യാർത്ഥികൾക്ക്, നാലാമത്തെ മന്ത്രി UKG വിദ്യാർത്ഥികൾക്ക്. ഇങ്ങനെ പോയി തിരുവഞ്ചൂരിന് പ്രഖ്യാപിക്കാൻ ഒന്നും കണ്ടില്ല. അപ്പൊ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് മൂപ്പരും പ്രഖ്യാപിച്ചു. നിങ്ങൾ മുഴുവൻ സൗജന്യം പ്രഖ്യാപിച്ചോ? കാശ് ഗവൺമെന്റ് കൊടുക്കണം. സൗജന്യം പ്രഖ്യാപിച്ചാൽ ആ യാത്ര ചെയ്യുന്ന ഒരു സീറ്റിൽ കിട്ടേണ്ട ചാർജിന്റെ ബാക്കി തുക ഗവൺമെന്റ് കൊടുക്കണം. കൊടുക്കുന്നുണ്ടോ? സൗജന്യം പ്രഖ്യാപിച്ച ഇനത്തിന് എത്ര കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുള്ളതെന്നറിയോ? സമരം വന്നാൽ അറസ്റ്റ് ചെയ്യാൻ, ജനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പിടിച്ചുകൊണ്ടോ KSRTC ബസ്? പൈസ കൊടുക്കുമോ ഗവൺമെന്റ്? ആരെങ്കിലും എവിടെയെങ്കിലും പ്രക്ഷോഭം വന്ന് വല്ല കുഴപ്പം ഉണ്ടായാൽ ആദ്യം കല്ലെറിയുന്ന KSRTC ബസ്സിന് ആരാ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? സർക്കാരിന്റെ ഒരു പ്രതീകമാണ് ബസ് എന്നതുകൊണ്ട് വലിച്ചു നീട്ടി ഒറ്റയാളാ KSRTCന്റെ ക്ലാസ്സിൽ. നഷ്ടം സംഭവിച്ചാൽ ഈ കോർപ്പറേഷനാണ്. ആരും നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. ഈ സർക്കാർ എന്ത് കണ്ടിട്ട് സൗജന്യം പ്രഖ്യാപിക്കാൻ നമ്മൾ ചോദിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് തെറ്റാന്ന് അയാളുടെ സഹപ്രവർത്തകന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയാനായിട്ട് തോന്നിയില്ല. അയാൾക്ക് പറ്റില്ലല്ലോ. എന്നോട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെ പ്രഖ്യാപിക്കരുത് സൗജന്യം. അവിടെ വെച്ച് തീരുമാനം എഴുതി.